പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത NIS +2 ഹോം സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 12ാമത്തെ ചാപ്റ്ററാണ് സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന അധ്യായമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്ഥല നിർവഹണം എന്നാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ന്യൂ സിലബസ് അനുസരിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അവരുടെ മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത് ഇനി എക്സാം എഴുതാനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പഴയ സിലബസ് മുഴുവൻ ചാപ്റ്ററും അവർ പഠിക്കണം. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇംഗ്ലീഷിലാണ്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇംഗ്ലീഷിലാണ്. പഴയതൊക്കെ ഇംഗ്ലീഷിലാണെങ്കിലും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വന്നാൽ മലയാളത്തിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി നിങ്ങളെ ആൻസർ ചെയ്യിപ്പിക്കുന്നത്. ആൻസർ നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ നമ്മുടെ ഗൈഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഗൈഡ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആൻസറോ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കും. മൊത്തം നമുക്കിതിൽ 11 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിന് വരുന്ന സ്പേസ് മാനേജ്മെന്റ്, സ്ഥല നിർവ്വഹണമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ സ്പേസ് മാനേജ്മെന്റ്? എന്താണ് സ്ഥല നിർവ്വഹണം എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രവൃത്തിക്കായിട്ട് സ്ഥലത്തെ വിനിയോഗിക്കുകയും ആവശ്യമായ എല്ലാ വസ്തുക്കളും ആ പ്രദേശത്ത് ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്ഥലം വിനിയോഗിക്കുകയും അവിടെ എല്ലാ വസ്തുക്കളും ക്രമീകരിക്കും. ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ ആ ഓഫീസിനായി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥലം, ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം കണ്ടെത്തണം. ആ ഓഫീസിൻ്റെ മാതൃകകൾ അവിടെ കാണിക്കണം. ഒരു ഓഫീസാകുമ്പോൾ അവിടെ എന്തൊക്കെ വേണം എന്നുള്ളത്, ആളുകൾ വന്നിരിക്കാനുള്ളതും ഓഫീസിലെ മെയിൻ ആൾ ഇരിക്കാനുള്ള ചെയർ, ടേബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളവിടെ വേണം. അതാണ് സ്പേസ്. ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സ്പേസുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. സ്ഥല നിർവ്വഹണം വേണം എന്നുള്ളതാണ്. ഇതാണ് സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ്, റൈറ്റ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് സ്പേസ് ഓർഗനൈസേഷൻ ആണ്. സ്ഥലം കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെ? അതിൽ ആൻസർ വരുന്നത്, പ്രവൃത്തിക്കായി സ്ഥലത്തെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനായി നമ്മൾ സ്ഥലത്തെ അനുവദിച്ചു കൊടുക്കും. രണ്ടാമത് പറയുന്നത്, പ്രവൃത്തിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൃത്യമായും ചിട്ടയോടെയും അവിടെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഫങ്ഷണൽ സ്റ്റോറേജ്? എന്താണ് ഫങ്ഷണൽ സ്റ്റോറേജ്? നിർവഹണപരമായ ശേഖരണം എന്നാൽ എന്താണ്? ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഉപകരണങ്ങളും ജോലി സ്ഥലത്തിന് സമീപത്തായി മുൻകൂട്ടി ശേഖരിച്ചു വെക്കണം. അതുവഴി നമ്മുടെ സമയവും ഊർജവും പാഴാക്കാതെ സംരക്ഷിക്കാം എന്നതാണ്. ഒരു ഉദാഹരണമായി പറയുന്ന ഒരു കോൺക്രീറ്റ് പണിക്കാരനാണ്. ആ കോൺക്രീറ്റ് പണി ചെയ്യുന്ന സ്ഥലത്ത് അയാളുടെ സിമെന്റും പാറപ്പൊടിയും മെറ്റലും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ടെങ്കിൽ അതെടുക്കാനുള്ള ഉപകരണങ്ങൾ, പാത്രങ്ങളെല്ലാം അടുത്തുണ്ടെങ്കിൽ അയാളുടെ ജോലി എളുപ്പമാവും. നേരെ മറിച്ചൊരു 100 മീറ്റർ അകലെയാണ് ഇദ്ദേഹത്തിൻ്റെ സിമെന്റ് കൂട്ടി വെച്ചത് അല്ലെങ്കിൽ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വർക്ക് നടക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇത് ഒപ്പമുള്ള ആൾ, എടുത്തു കൊടുക്കുന്ന ആൾക്കും ഈ 100 മീറ്റർ സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയം അവിടെ നഷ്ടപ്പെടുക. അടുത്താകുമ്പോൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാം വേണം. ഒരു ബാർബർകാരനാണെങ്കിൽ അദ്ദേഹം എന്താണ് മുടി വെട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കത്രികയും മറ്റുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് നിർവഹിക്കാൻ കഴിയുള്ളൂ. അത് കുറേ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കൊണ്ടുവച്ചാൽ അദ്ദേഹത്തിന് അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് നിർവഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നിർവഹണ ശേഖരണം കൊണ്ട് ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ വസ്തുതകളും ഉപകരണവും അടുത്തുണ്ടാകാൻ. പിന്നെ നാലാമത്തെ, ഒബ്സർവ് വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് പെർഫോംഡ് ഇൻ യുവർ ഹൗസ് ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങളുടെ വീട്ടിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നിരീക്ഷിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കുക. വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. പാചകം ഒരു പ്രവർത്തനമാണ്. വീടിൻ്റെ അകത്തന്നെയുള്ള തന്നെ എഴുതണം. വസ്ത്രം കഴുകൽ, ഉറങ്ങൽ, പഠിക്കൽ, കളിക്കൽ, TV കാണൽ, റേഡിയോ, വിനോദങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ വീണ്ടും ഉപപ്രവർത്തനങ്ങളായി തരംതിരിക്കാം. ഭക്ഷണം സൂക്ഷിച്ചു വെക്കുക. പാചകത്തിൽ തന്നെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കലുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പായി കഴുകലുണ്ട്. കണ്ടോ? അതേപോലെ തന്നെ പാത്രങ്ങൾ കഴുകുക, ഭക്ഷണം വിളമ്പുക എന്നുള്ളതാണ്. അപ്പോൾ പാചകത്തിൽ തന്നെ നമുക്ക് പല ഉപഘടകങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തരംതിരിക്കാവുന്നതാണ്. ഞാൻ അടുത്ത ചോദ്യം, റൈറ്റ് ദ പ്രൊവിഷൻസ് റിക്വയർഡ് ഫോർ കുക്കിംഗ് ആണ്.
പാചകത്തിന് വേണ്ട സാമഗ്രികൾ എന്തെല്ലാം? പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ, പാത്രങ്ങൾ, വെള്ളം, പാചകത്തിന് ആവശ്യമായ സ്ഥലം, വാതകം, ഭക്ഷണം സംരക്ഷിച്ചു വെക്കാനുള്ള പാത്രങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ ഒരു പാചകം ചെയ്യാൻ വേണം. ഇതൊന്നും ഇപ്പോൾ നമുക്ക് പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തത് 7ാമത്തെ ചോദ്യം, 6ാമത്തെ ചോദ്യമാണ് ഡിഫൈൻ വർക്ക് സെന്റർ ഒരു വർക്ക് ഏരിയ. എന്താണ് വർക്ക് സെന്റർ എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക ജോലിയോ പ്രവർത്തനമോ ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലമാണ് വർക്ക് സെന്റർ. ജോലിയോ പ്രവർത്തനമോ ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് വർക്ക് സെന്റർ. അടുത്ത ചോദ്യമാണ് ഡിസ്കസ് ദി സ്പെസിഫിക് റിക്വയർമെന്റ് ഓഫ് വർക്ക് സെന്റർ ഫോർ വേരിയസ് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആണ്. വീട്ടിൽ വിവിധ ജോലികൾ ചെയ്യുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? കുളി നടത്തണമെങ്കിൽ കുളിക്കാനുള്ള ഇടം വേണം, ഉറങ്ങാനാണെങ്കിൽ അതിനുള്ള ബെഡ്റൂം കാര്യങ്ങൾ വേണം, പഠിക്കാനിരിക്കണം അതിന് ശാന്തമായിട്ടുള്ള പഠിക്കാനുള്ള ഇടം വേണം, ഇനി വിനോദത്തിന് പോകണം അതിന് പറ്റിയ സ്ഥലം വേണം. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ സ്ഥലങ്ങളാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്താണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ? അടുക്കളയിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുന്ന വിധം ഉയരത്തിൽ സൂക്ഷിക്കുന്നതിനാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. കബോർഡിൽ നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ വേണ്ടി നമ്മൾ കബോർഡ് ചെയ്യും. ഇപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഓരോരോ ബോട്ടിലുണ്ടാവും, ചായപ്പൊടി, പഞ്ചസാര, ആവശ്യമുള്ളപ്പോൾ നമ്മൾ എടുക്കാനത് സഹായിക്കും. അത് അവിടെ ഇവിടെ ഒക്കെ അവിടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന അടുക്കളുടെ മുകളിൽ ഷെൽഫുകളുണ്ടാവും, അല്ലെങ്കിൽ സൈഡിലുണ്ടാവും. ചായ തിളക്കുമ്പോൾ ചായപ്പൊടി ഇടാൻ, അല്ലെങ്കിൽ പഞ്ചസാര ഇടാൻ, അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ സാമ്പാർ പൊടി ഇടാൻ, അതിൻ്റെ പാത്രങ്ങൾ ഓരോന്നുണ്ടാവും ക്രമേ. അത് പല വീടുകളിലും കാണുന്നതാണ്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് വർക്ക് സെന്റർ ഓഫ് കിച്ചൺ ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറെന്റ് ലേ ഔട്ട് ആണ്. വിവിധ രൂപരേഖകളുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അടുക്കളകൾ ഏതെല്ലാം? ഒന്ന് പറയുന്നത് വൺ വാൾഡ് കിച്ചൺ, ഒറ്റ ഭിത്തി അടുക്കള ഉണ്ട്. ചെറിയ വീടുകളിൽ പാചകത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, സംഭരണവും, പാചകവും, കഴുകലും എല്ലാം ഒരു ഭിത്തിക്കുള്ളിൽ എല്ലാതും അതാണ്. ഭക്ഷണം വെക്കലും, കട്ട് ചെയ്യലും, പാത്രം കഴുകലും, അവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എല്ലാം സൂക്ഷിച്ചു വെക്കും. ഒരു റൂമിൻ്റെ അകത്താണെങ്കിൽ, ഒരു ഭിത്തിക്കകത്തിലാണെങ്കിൽ ആ വൺ വാൾഡ് കിച്ചൺ എന്ന് പറയും. 2 വാൾഡ് എന്ന് പറഞ്ഞാൽ 2 മതിലുള്ള അടുക്കളയാണ്. 2 ഭിത്തിക്കുള്ള അടുക്കള ക്രമീകരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്ത സ്ഥലത്ത് വാഷ് ചെയ്യുന്നത് വേറെ സ്ഥലത്തായിരിക്കും. അങ്ങനെ 2 ഭിത്തികൾ അവിടെ ഉണ്ടാവും. മൂന്നാമത് പറയുന്നത് എൽ ആകൃതിയിലുള്ള അടുക്കളയാണ്. അടുത്തടുത്തായി 2 ഭിത്തികളിൽ എൽ ആകൃതി തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതിന് യു ഷേപ്പ്ഡ് ഉണ്ട്. 3 ഭിത്തികൾ സംയോജിച്ചിട്ടുള്ള അടുക്കളയാണ് യു ഷേപ്പ്ഡ്. അങ്ങനെ പലതരത്തിലുള്ള അടുക്കളകളുണ്ട്. 10ാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദി കോമൺ ഗൈഡ്ലൈൻസ് ക്യാൻ ബി ഫോളോഡ് ബൈ ഫോർ മേക്കിംഗ് ദി വർക്ക് സെന്റർ മോർ എഫക്റ്റീവ് ആണ്. പ്രവർത്തന സ്ഥലം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി പിന്തുടരാവുന്ന മാർഗങ്ങൾ എന്തെല്ലാം? ജോലി എളുപ്പം ചെയ്യുന്നതിനായി ജോലികളെ ക്രമാനുസൃതമായി ചിട്ടപ്പെടുത്തണം. ഉദാഹരണമായി അടുക്കളയിൽ പാചകത്തോടൊപ്പം ഭക്ഷണം വിളമ്പുന്നതിനും പാത്രം കഴുകുന്നതിനും സൗകര്യം കാര്യങ്ങൾ എളുപ്പമാണ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ അവിടെ ഇപ്പം ചിലപ്പോൾ എന്ത് കിടക്കുന്നുണ്ട്, പാത്രം കഴുകണം. അപ്പോൾ നമ്മൾ ഭക്ഷണം വെച്ച് പാത്രം കഴുകാൻ അങ്ങോട്ട് മണ്ണിൻ്റെ. അപ്പോൾ അതൊക്കെ ഒരു വാഷ് സ്പേസ് വീടിൻ്റെ എന്താണ് അടുക്കളുടെ പാത്രം ഉണ്ടെങ്കിൽ എല്ലാം സൗകര്യമാണ്. പാചക കൂട്ടുകൾ വെക്കുന്നതിന് തെളിഞ്ഞതോ ലേപിച്ചതായ പാത്രങ്ങൾ ഉപയോഗിക്കണം. അതേപോലെ ജോലിയിടങ്ങൾ അനുയോജ്യമായ വെളിച്ചം, വായു ഇതൊക്കെ വേണം എന്നുള്ളതാണ്. അടഞ്ഞു മൂടിയ സ്ഥലമാകരുത് എന്നുള്ളതാണ്. പുകപടലങ്ങളൊക്കെ പുറത്തു പോകാനുള്ള സംവിധാനം വേണമെന്നാണ്. ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പേസ് ഓർഗനൈസേഷൻ ആൻഡ് എസ്തെറ്റിക് ആണ്. സ്ഥല ക്രമീകരണവും കലാവിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. വിവിധ ജോലികൾ ചെയ്യുന്നതിനായി സ്ഥലം ക്രമീകരിക്കുകയും അവ കൂടുതൽ ആകർഷകമാക്കണം. അത് ജോലി ഭംഗി പൂർത്തിയാക്കാൻ സഹായിക്കും. ചെറിയ മുറികൾക്ക് വളരെ ചെറുതും ലളിതമായ ഫർണിച്ചറുകൾ ഒരുക്കണം. അതേപോലെ തന്നെ ആകർഷണമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മുറികളൊക്കെ ഭംഗിയാക്കണം എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളുടെയൊക്കെ ക്ലാസ്സുകളും ഹോം സയൻസിൻ്റെ ക്ലാസ്സുകളും ഉണ്ടാവും. അതേപോലെ തന്നെ NSൻ്റെ SSLC +2 അഡ്മിഷൻ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമുണ്ടാവില്ല. ഗൾഫിലുള്ള ഒരാൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ, അയാൾ ലീവിന് വരുമ്പോൾ നാട്ടിൽ വന്ന് പരീക്ഷ എന്നുള്ള സംവിധാനമുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ പരീക്ഷ എന്നുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് തരും.
പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, മലയാളത്തിലുള്ള ഗൈഡുകൾ എല്ലാം നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.